ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങിയ രാസവതി എന്ന മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ പരശുരാജ് എന്ന പോലീസ് ഓഫീസറിന്റെ വീടാണ് കാണിക്കുന്നത്. അയാൾ അയാളുടെ സീനിയർ ഓഫീസറിനോട് ഫോണിൽ സംസാരിക്കുകയാണ്. സീനിയർ ഓഫീസർ അയാളോട് പറയുന്നുണ്ട്, സംഭവം നടന്ന സമയത്ത് നീ അവിടെ ഇല്ലായിരുന്ന പോലൊരു സെറ്റപ്പാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തു വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ സംഭവം നടക്കുമ്പോൾ നീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നാളെ മര്യാദയ്ക്ക് നീ ഒന്നുകിൽ SP ഓഫീസിൽ വന്നിട്ട് അവിടെ വെച്ച് സംസാരിക്കണം. നീ ചെയ്ത തെറ്റ് നീ തന്നെ സമ്മതിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ടതും ഫോണിന്റെ മറുപുറത്ത് നിന്ന് അവന്റെ സീനിയർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വരണ്ട, നീ ആത്മഹത്യ ചെയ്തോ, ഇല്ലെങ്കിൽ നീ നാളെ രാവിലെ SP ഓഫീസിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. പരശുരാജ് എന്തോ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അതെന്താണെന്ന് നമ്മളെ പിന്നീട് കാണിക്കും. എന്നാൽ തന്റെ സീനിയർ പറഞ്ഞ പോലെ പരശു ആത്മഹത്യ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അയാൾ അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ചെല്ലുന്നു. അത് ആ സീനിയറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനോട് അവിടെ നിന്നും പോകാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ബാക്കി എല്ലാവരും നൈറ്റ് പെട്രോളിങ്ങിന് പോയി. അവന്റെ സീനിയർ ആകട്ടെ ബാത്റൂമിലേക്ക് പോവുകയായിരുന്നു. ആരും കാണാതെ അവൻ പിറകിലൂടെ പോയി അയാൾ അഴിച്ചു തൂക്കിയിട്ടിരുന്ന അയാളുടെ യൂണിഫോമിൽ നിന്നും അയാളുടെ തോക്ക് അവൻ കൈക്കലാക്കുന്നു. പകരം അവന്റെ തോക്ക് അതിനുള്ളിൽ വെക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവൻ അയാളുടെ തോക്ക് തന്നെ ഉപയോഗിച്ചിട്ട് അയാളെ ഷൂട്ട് ചെയ്യുന്നു. സൗണ്ട് കേട്ട് പുറത്ത് ചായ വാങ്ങിക്കാൻ പോയ പോലീസുകാരൻ ഓടി അകത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പരശു തന്റെ ഫിംഗർ പ്രിന്റ് എല്ലാ തോക്കിൽ നിന്നും തുടച്ച ശേഷം മരിച്ചു കിടന്ന പോലീസുകാരന്റെ കർച്ചീഫ് എടുത്ത് ആ തോക്കിൽ വയ്ക്കുകയും ആ തോക്ക് താഴെ തന്നെ ഇടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന തന്റെ തോക്ക് തിരികെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും കോൺസ്റ്റബിൾ അവിടേക്ക് വരികയും ഈ പോലീസുകാരൻ മരിച്ചു കിടക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നു. അന്വേഷണത്തിലെല്ലാം തന്നെ എല്ലാവർക്കും തോന്നുന്നത് അദ്ദേഹം തോക്ക് വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധവശാൽ തോക്കിൽ നിന്നും വെടിയുതിർന്ന് മരിച്ചതാണെന്നാണ്. അയാളുടെ ചിതയെരിയുന്നത് കാണാൻ പരശുവും പോയിട്ടുണ്ടായിരുന്നു. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നായകനായ സതയാണ്. അവനൊരു സിദ്ധവൈദ്യനായിരുന്നു. അവൻ കൊടൈക്കനാലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവന്റെ മരിച്ചുപോയ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് അവൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരന്റെ അമ്മയും ചികിത്സിക്കുന്നത് അവൻ തന്നെയായിരുന്നു. തന്റെ മകനോ മരിച്ചുപോയി, നിന്റെയെങ്കിലും വിവാഹം കഴിഞ്ഞ് കാണാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. പല നല്ലയിടത്തു നിന്നും ആലോചന വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ വേണ്ടെന്നും തന്നെ പോലെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്നൊരു പെണ്ണിനെ മതിയെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരന്റെ സഹോദരിയുടെ മകൻ ചോദിക്കുന്നുണ്ട്, ചേട്ടന്റെ കാലിന് എന്ത് പറ്റിയതാണെന്ന്. എല്ലാവരും ആകെ വല്ലാതെയാകുന്നു. അവൻ പറയുന്നുണ്ട് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണെന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. കൊടൈക്കനാൽ എത്താറായപ്പോഴേക്കും രാത്രിയായിരുന്നു. അവൻ പോകുന്ന വഴിക്കാകട്ടെ ആരോ മദ്യപിച്ചിട്ട് റോഡ് സൈഡിൽ ഒരുപാട് കുപ്പികൾ ഇട്ടിരിക്കുന്ന കാണുന്നുണ്ട്. അവൻ അവിടെ വണ്ടി നിർത്തി അതെല്ലാം ക്ലീൻ ആക്കുന്നു. ആ സമയത്ത് അവിടെ ഇരുന്ന് മദ്യപിച്ചിരുന്ന ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്, തങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫോൺ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോട് സദ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇട്ടിട്ട് പോയ കുപ്പിയാണെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോകണമെന്ന്. ഇനി റോഡ് സൈഡിൽ ഇങ്ങനെ കുപ്പിയിടരുതെന്നും. തങ്ങൾ തെറ്റ് ചെയ്തതിൽ അവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുപ്പിയും വാങ്ങിയിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ അവിടെ നിന്ന് തിരിച്ച് ബൈക്ക് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്റെ ഫേസ് കവർ ചെയ്തിട്ട് ഹെൽമെറ്റ് ഇടാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് അതുവഴി ഒരു ബസ് വരുന്നുണ്ട്. അതവിടെ നിർത്തുമ്പോൾ അതിനുള്ളിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ അവളോട് കരയരുതെന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട്. അവൾ അവളുടെ കണ്ണീര് തുടയ്ക്കുന്നു. സതയുടെ ഫേസ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മുടെ മൂവിയിലെ നായിക. അവളുടെ പേര് സൂര്യ എന്നാണ്. കൊടൈക്കനാലിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അവൾ. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ടും അവളുടെ ചിന്തയാകട്ടെ അവൾ നേരത്തെ കണ്ട മുഖമൂടി ധരിച്ച ആളെ പറ്റി തന്നെയായിരുന്നു. വീട്ടിലെത്തിയ സതയുടെ അടുത്ത് പല പേഷ്യൻസും വന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഒരാളാകട്ടെ അവനോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്നും തന്റെ മകൾക്ക് കുറെ നാളായിട്ട് സുഖമില്ല എന്നും. തന്റെ മകൾ ഒരു പ്രേതത്തെ കണ്ടുവെന്നും അത് നിരന്തരമായിട്ട് അവളെ വിളിക്കുന്നുണ്ടെന്നുമാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നോട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഡോക്ടറെയാണ് കാണിച്ചത്. അവരുടെ പേര് ശൈലജ എന്നാണ്. അവരെന്റെ മകളെ നോക്കിയ ശേഷം മരുന്ന് കൊടുത്തു. എന്നാൽ ആ മരുന്നാകട്ടെ എന്റെ മകൾക്ക് ഇപ്പോൾ അലർജി ആയിരിക്കുകയാണ്. ആ ഡോക്ടർ സ്ഥലത്തില്ല. 2 ആഴ്ചയായിട്ട് അവർ തിരിച്ചു വന്നിട്ടുമില്ല. എന്റെ മകളെ ഒന്ന് നോക്കണമെന്ന് അവനോട് പറയുന്നു. എന്നാൽ ഒരാൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന പേഷ്യന്റിനെ മറ്റൊരാൾ നോക്കുന്നത് ശരിയല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അത് കാരണം ആ വൃദ്ധൻ തിരിച്ചു പോകുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന സതയുടെ മനസ്സിലാകട്ടെ സൂര്യയുടെ മുഖമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ തലേന്ന് രാത്രി വന്ന അതേ വൃദ്ധൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഡോക്ടറെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. എന്റെ മകളുടെ നില വളരെയധികം ഗുരുതരമാണ്, ഒന്ന് വന്നേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അവൻ അന്ന് വൈകുന്നേരം തന്നെ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ കുട്ടിക്ക് അവൻ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ആ കുട്ടി സ്വപ്നം കാണുമ്പോൾ അതിനുശേഷം ഉണർന്നിട്ട് ആ സ്വപ്നത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതായിട്ട് തോന്നുകയായിരുന്നു. അത്
അതുകൊണ്ടത് പ്രേതമൊന്നുമല്ല എന്നും അത് ആ കുട്ടിയുടെ തോന്നലുകൾ മാത്രമാണെന്നും അവൻ പറയുന്നുണ്ട്. അവളുടെ ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവളുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം തന്നെ മാറ്റണമെന്നും നല്ല പോലെ അവൾക്ക് ഉറക്കം കിട്ടണമെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്നും പറയുന്നുണ്ട് അവൻ. പിറ്റേന്ന് രാവിലെ സതയാകട്ടെ അവൻ സ്ഥിരം പോകാറുള്ള അവിടുത്തെ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ഹെഡ് മാനേജറുമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത സൂര്യ അവിടേക്ക് വരുന്നു. ഹെഡ് മാനേജർ സതയെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. താൻ തലേന്ന് ബസ്സിൽ കണ്ട പെൺകുട്ടി തന്നെയാണ് അവൾ എന്ന് സതയ്ക്ക് മനസ്സിലായി. സത അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് അവളുടെ കയ്യിലെ ടാറ്റു ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ കയ്യിലെ ടാറ്റുവും അവൾ ശ്രദ്ധിക്കുന്നു. തലേന്ന് താൻ കണ്ട മുഖംമൂടി ധരിച്ച ആള് ഇവൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും പരസ്പരം ടാറ്റുവിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. സൂര്യ പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങളല്ലേ എന്നോട് കരയണ്ട എന്ന് പറഞ്ഞതെന്ന്. അവർ രണ്ടുപേരുടെ കയ്യിലും ഒരേ ടാറ്റു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവളാകട്ടെ അവന്റെ കൈ വിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടു പോയോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് അവൾ കൈ പിൻവലിക്കുന്നു. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് പുതുതായി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പരശു എന്ന പോലീസുകാരൻ വരുന്നതാണ്. പരശുവിന്റെ കുട്ടിക്കാലം അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു. പരശു തനിക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നുണ്ട്. അതേസമയം സൂര്യ ആകട്ടെ പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയതാണ്. അവളുടെ ഉദ്ദേശം ശരിക്കും സതയുടെ വീട് എവിടെയാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. അവൾ വഴിയിൽ കണ്ട ഒരാളോട് സതയുടെ വീട് ചോദിക്കുന്നുണ്ട്. അവൾ ആ വീടിന്റെ ഭാഗത്തൂടെ പോകുമ്പോൾ സതയെ കാണുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിതുവഴി കറങ്ങാൻ ഇറങ്ങിയതാ, ഇതാണോ നിങ്ങളുടെ വീടെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നേരത്തെ അവൾ വഴി ചോദിച്ച ആള് അതുവഴി വരുന്നുണ്ട്. എന്തായാലും അന്വേഷിച്ച വീട് കണ്ടെത്തിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതോടുകൂടി അവൾ ആകെ ചമ്മുന്നു. താൻ ശരിക്കും ഈ വീട് അന്വേഷിച്ച് തന്നെയാണ് വന്നതെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അവൻ അവളെ ചായ കുടിക്കാൻ ക്ഷണിച്ചെങ്കിലും പിന്നീട് ഒരിക്കലാവാന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു പോകുന്നു. പരശു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ സീനിയറിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ കിട്ടിയിട്ടുള്ള ആളാണ് പരശു. അതുകൊണ്ട് ഇവിടെയെങ്കിലും കുറച്ചുനാൾ നിൽക്കണമെന്ന് അയാൾ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് പരശുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ടേയിരുന്നു. പരശുവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ തന്നെ അവന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്റെ സഹപ്രവർത്തകരോടെല്ലാം തന്നെ വളരെ മോശമായിട്ടാണ് പരശു പെരുമാറാൻ തുടങ്ങിയിരുന്നത്. എല്ലാവരെയും തന്റെ അടിമകളായിട്ടായിരുന്നു അവൻ കണ്ടിരുന്നത്. അന്ന് തന്റെ വീട്ടിലിരുന്ന സതിക്ക് ഒരു കോള് വരുന്നുണ്ട്. അവൻ നേരത്തെ ചികിത്സിച്ച പെൺകുട്ടിയെ ആദ്യം ചികിത്സിച്ചുകൊണ്ടിരുന്ന ശൈലജ എന്ന ഡോക്ടറായിരുന്നു അത്. തന്റെ പേഷ്യന്റിനെ എന്തിനാണ് നീ ചികിത്സിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. അവൻ ആ പെൺകുട്ടിയുടെ അവസ്ഥയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആ ഡോക്ടർ പറയുന്നു. എന്നിട്ട് അവരുടെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം സദാ അവരെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയ ഡോക്ടർ ശൈലജയോട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ചികിത്സിച്ച ആ പെൺകുട്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ പാതിക്ക് വെച്ച് ഉണർന്നതാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിലുള്ളതെല്ലാം റിയൽ ആയിട്ട് ആ പെൺകുട്ടിക്ക് തോന്നിയത്. നിങ്ങൾ ആ പെൺകുട്ടിക്ക് എന്തോ രോഗമാണെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ കൊടുത്തു. ആ മെഡിസിൻ അലർജിയായി മാറി. അതുകൊണ്ടാണ് അവർ എന്റെ അടുത്ത് വന്നത്. അവർക്ക് അലർജി വന്നെങ്കിൽ ഞാൻ വേറൊരു മെഡിസിൻ കൊടുത്തേനെ എന്ന് ശൈലജ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും യഥാർത്ഥ കാരണം കണ്ടെത്തി അത് മാത്രമാണ് ചികിത്സിക്കേണ്ടതെന്നും അവൻ പറയുന്നുണ്ട്. ശൈലജയ്ക്ക് അവന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകാൻ നേരം അവിടേക്ക് കയറി വരികയായിരുന്നു പരശു. അറിയാതെ പരശുവിനെ അവനൊന്ന് തട്ടുന്നുണ്ട്. എന്നാൽ അതിന് സോറി പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. പരശുവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തോടെ സതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ മുടന്തുള്ള കാലിലേക്ക് നോക്കുന്നുണ്ട്. പരശു ശൈലജയെ കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ട്രോമ സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതൊക്കെ എന്റെ മനസ്സിനെ ഇപ്പോഴും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കണമെന്ന്. ശൈലജ പരശുവിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. പരശു അവളോട് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്റെ അമ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. അമ്മയുടെ അതേ കണ്ണുകളാണ് നിങ്ങൾക്ക്. അന്ന് വൈകുന്നേരം സതയാകട്ടെ സൂര്യയുടെ ഹോട്ടലിലേക്ക് സൂപ്പ് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അതേസമയം അവിടെ പരശുവും വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ മനസ്സിലെല്ലാം തന്നെ അവന്റെ അച്ഛനും അമ്മയും വഴക്ക് കൂടുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ കഴിയുമ്പോൾ സൂര്യ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും അവളെ കാണാൻ വേണ്ടി തന്നെയാണ് അവൻ വന്നതെന്നുള്ള സത്യം തുറന്നു പറയുന്നു. മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ തന്നെ ഒരുപാട് അടുത്തിരുന്നു. കുറച്ചു കഴിയുമ്പം സതയാകട്ടെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരശു അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പരശുവിന് സതയെ മുൻപ് എപ്പോഴോ കണ്ട് പരിചയം പോലെ തോന്നുന്നു. അവരുടെ മെനുവിലില്ലാത്ത ഏതൊരു ഡിഷാണ് പരശു ഓർഡർ ചെയ്യുന്നത്. എന്നാൽ അതവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോലും തനിക്ക് വേണ്ടി അത് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. പിറ്റേന്ന് സൂര്യ ആകട്ടെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതുവഴി പോയ പരശു അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ അതിനെ എതിർക്കുന്നുണ്ട്. താനിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ വന്നതാണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെയൊക്കെ വന്യജീവികൾ ഇറങ്ങാറുണ്ടെന്ന് അവളോട് പറയുമ്പോൾ അത് സാരമില്ല, സാറ് പൊയ്ക്കോ, സാറിന്റെ ഡ്യൂട്ടി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പരശുവിന് ഇതൊന്നും തീരെ ഇഷ്ടമായില്ല. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതുവഴി സത വരുന്നുണ്ട്. സത അവിടെ നിന്ന് അവളോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന്. അവൾ വരാൻ അനുവാദവും കൊടുക്കുന്നു. അവൾ അവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്യുകയായിരുന്നു. കുറച്ചു നേരം അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഇവിടെയൊക്കെ മൃഗങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നും നമുക്ക് പോകാമെന്നും അവളോട് പറയുന്നു. വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാനും പറയുന്നു. അത് വേണ്ട എന്നും നമുക്ക് നിങ്ങളുടെ പ്ലേസിലേക്ക് പോകാമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ബൈക്കിൽ സതയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരശു അവിടെ
അവിടെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സദയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ സ്മോക്ക് ചെയ്ത ലഹരിയെല്ലാം തന്നെ തലയ്ക്ക് പിടിച്ച് അവൾക്ക് നേരെ നിൽക്കാൻ പോലും വയ്യായിരുന്നു. അവൻ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. എന്നാൽ അവൻ ചായയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴേക്കും അവൾ അവന്റെ ബെഡിൽ കിടന്ന് ഉറക്കമായിരുന്നു. അവളെ ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് അവനൊരു ബെഡ് തറയിൽ വിരിച്ച് അവിടെയാണ് കിടന്നുറങ്ങുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന സൂര്യയാകട്ടെ പെട്ടെന്ന് തന്നെ പുതപ്പെല്ലാം വലിച്ച് തന്റെ ശരീരത്തിലേക്ക് ഇടുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് സതയ്ക്ക് മനസ്സിലായില്ല. അവൾ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചിരിക്കുകയാണ്. ആ സത്യം അവൾ തുറന്നു പറയുന്നു. അവൾക്കാകെ നാണക്കേട് തോന്നുന്നുണ്ട്. എന്നാൽ അതൊന്നും സാരമില്ലാന്ന് സത പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പാസ്റ്റിലുണ്ടായ ഒരു ട്രോമ കാരണമാണ് അവൾക്ക് ഇതെല്ലാം സംഭവിക്കുന്നത്. അവൾ ചെറുപ്പം മുതൽ അവളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് ബാംഗ്ലൂർ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. അവളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സ് ഒരു ദിവസം അവളെ സാറ്റർഡേ ഒരു പാർട്ടിക്ക് വിളിച്ചു. എന്നാൽ പാർട്ടിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ നടക്കുന്നതൊന്നും അത്ര ശരിയായ കാര്യമല്ല എന്ന്. എല്ലാവരും നല്ലപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തിരുന്ന ഒരാളാകട്ടെ അവളെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയും അവൾ അതിനെ തടയുകയും ചെയ്യുന്നുണ്ട്. അയാൾ ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചതും അയാളുടെ മുഖത്തടിച്ചിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ദേഷ്യം വന്ന അയാളാകട്ടെ ഒരു ബിയർ ബോട്ടിൽ എടുത്ത് അവളുടെ നേരെ എറിയുന്നുണ്ട്. അത് പൊട്ടിച്ചിതറി അതിലൊരു കഷ്ണം അവളുടെ ശരീരത്തിൽ വന്ന് തറയ്ക്കുകയും ചെയ്യുന്നു. അന്ന് കുറെ നാള് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്നു. ആ ലൈഫെല്ലാം വിട്ടിട്ട് കുറച്ചുനാൾ സമാധാനത്തോടെ തനിച്ചു നിൽക്കണമെന്ന് തോന്നിയിട്ടാണ് ഇവിടേക്ക് ജോലിക്ക് വന്നതെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും സ്ലീപ്പർ ബസ്സുകൾ എടുക്കാറില്ലായിരുന്നു. ഇരുന്ന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അറിയാതെ ഉറക്കത്തിൽ യൂറിനേറ്റ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് അവൾക്കുണ്ടായിരുന്നത്. അന്നെന്റെ ശരീരത്തിലുണ്ടായ മുറിവ് മാറിയെങ്കിലും മനസ്സിനേറ്റ മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ശരീരത്തിലുണ്ടായ മുറിവ് കാണിക്കാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവളാകട്ടെ അവളുടെ മുറിവ് അവന് കാണിച്ചു കൊടുക്കുന്നു. നിന്റെ മനസ്സിനേറ്റ മുറിവ് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൂരം നടക്കുകയും അവന്റെ വീട്ടിൽ അവൾ സ്ഥിരമായി വരികയും ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ അവർ തമ്മിൽ കൂടുതൽ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സതയും സൂര്യയും ചേർന്നിട്ട് ഒരുമിച്ച് നടന്നു വരുന്ന വഴിക്ക് ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചെറുപ്പക്കാർ നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. സുരേഷണനും അയാളുടെ കാമുകിയും ചേർന്നിട്ടാണ് നമുക്ക് വന്ന് കൊട്ടേഷൻ തന്നിരിക്കുന്നത്. രമേശിനെയാണ് കൊല്ലേണ്ടത്. ആ കാമുകിയുടെ ഹസ്ബൻഡാണ് രമേശ്. രമേശൻ നാളെ കൊല്ലാൻ വന്ന കൊട്ടേഷൻ സംഘമായിരുന്നു അത്. അവർ മദ്യപിച്ച് കുപ്പി അവിടെ ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ട് സദ അതിനെ ചോദ്യം ചെയ്യുന്നു. അതിന്റെ പേരിൽ സതയും അവരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ സദ അവരെ എല്ലാവരെയും തന്നെ അടിച്ചു തോൽപ്പിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. പരശു സതയെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ വന്ന ശേഷം സതയും സൂര്യയും ഒരുമിച്ച് പോകുന്നതെല്ലാം കണ്ടതോടുകൂടി പരശുവിന്റെ ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. അയാൾ തന്റെ വീട്ടിലെത്തിയ ശേഷം ഒരു ഫോട്ടോ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു. ആ സമയത്ത് അവിടെ കൂട്ടില് ഒരു എലി കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ എലി അയാൾ കൊണ്ടുപോയി ക്രൂരമായി കൊല്ലുന്നു. അതിന്റെ അടുത്തായിട്ട് ആ ഫോട്ടോയും അയാൾ ഇടുന്നുണ്ട്. അത് സതയുടെ ഫോട്ടോയാണ്. അതിന്റെ സൈഡിൽ നിന്ന് ആരുടെ ഒരു ഫോട്ടോ വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പരശു പിറ്റേന്ന് തന്നെ സതയുടെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധനം വരുന്നതിന്റെ കൂടെ ഡ്രഗ്സും ഇവിടെ കച്ചവടം നടത്തുന്നുണ്ടെന്ന് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയുന്നു. എന്നാൽ സാറിന് ആരോ തെറ്റായ ഇൻഫർമേഷൻ ആണ് തന്നതെന്ന് സത പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് എല്ലാം അപ്പോഴേക്കും എഴുന്നേറ്റ് പോയിരുന്നു. പരശുവും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിച്ചുപോയി. അന്ന് രാത്രി ആ കൊട്ടേഷൻ സംഘത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും സുരേഷിന്റെ കാമുകി ആ ഡോക്ടർ ശൈലജയാണെന്ന് പരശുവിന് മനസ്സിലാകുന്നുണ്ട്. അയാൾ അന്ന് രാത്രി തന്നെ ശൈലജയെ ഫോൺ ചെയ്തിട്ട് ഈ വിവരം പറയുന്നു. എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാത്രിയിൽ തന്നെ അവളുടെ വീട്ടിലേക്ക് വരികയും അവളെ കൊണ്ട് ആഹാരം പാകം ചെയ്യിപ്പിച്ചിട്ട് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ. അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾ അത്ര രസത്തിലല്ലായിരുന്നു. എന്നാൽ അയാൾ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാനും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ചേർന്നിട്ട് അവൾ അയാളെ കൊല്ലാൻ തീരുമാനിച്ചത്. എന്നാൽ അവൾക്കെതിരെ കേസെടുക്കാതിരിക്കാൻ താൻ തയ്യാറാണെന്ന് പരശു പറയുന്നുണ്ട്. പക്ഷെ അതിനു പകരം താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പരശു പറയുന്നു. വേറെ മാർഗമില്ലാതെ അവൾക്കത് സമ്മതിക്കേണ്ടിയും വരുന്നു. പരശു ശൈലജയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുത്തെ വീട്ടുജോലികളെല്ലാം തന്നെ അവളെ കൊണ്ട് ചെയ്യിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. തന്റെ അമ്മ ചെയ്തിരുന്ന പോലെ എല്ലാ ജോലികളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവന്റെ തുണിയലക്കലും അവന് വേണ്ടി ആഹാരം പാകം ചെയ്യലും എല്ലാം തന്നെ. അങ്ങനെ കുറെ കഴിയുമ്പോൾ വഴിയിൽ വെച്ച് സതയും സൂര്യയും ഒരുമിച്ച് കണ്ട പരശു ആകട്ടെ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. സതയുടെ വീട്ടിലേക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അയക്കുന്നുണ്ട്. ആ സമയത്ത് സൂര്യ അവിടെ ഉണ്ടായിരുന്നു. താൻ സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. എന്നാൽ സത അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ പ്രഗ്നന്റ് ആണെന്ന്. നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചതെന്നും ചോദിക്കുന്നുണ്ട്. ആരോ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ എവിടേക്ക് അയച്ചതെന്ന് സൂര്യയ്ക്കും മനസ്സിലായി. തന്നെ ഇവിടേക്ക് അയച്ചത് ആരാണെന്ന് പറയാതെ ആ പെൺകുട്ടി അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകുന്നു. അന്ന് രാത്രി പരശു ശൈലജയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈലജ പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് കല്യാണത്തിന് ശേഷം എന്നെ അടിമയായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അയാളിൽ നിന്ന് ഡിവോഴ്സ് വേണ്ടത്. പരശു തന്റെ അമ്മയുടെ അച്ഛന്റെയും കാര്യം പറയുന്നുണ്ട്. എന്റെ അമ്മയും അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഒരു ദിവസം അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, എന്നെ സഹിക്കാൻ വയ്യെങ്കിൽ നീ പോയി ചാകാൻ. എന്റെ അമ്മ അപ്പോൾ തന്നെ മണ്ണെണ്ണ ദേഹത്തേക്ക് ഒഴിച്ചിട്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. എന്നാൽ എന്റെ അച്ഛനെയും കൊന്നിട്ടാണ് അമ്മ പോയത്. അമ്മ ഒറ്റയ്ക്കല്ല പോയത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതിനുശേഷം ആരൊക്കെ സന്തോഷമായിട്ടിരുന്നാലോ എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്റെ ജീവിതം തന്നെ നശിപ്പിച്ച ഒരുത്തനാകട്ടെ ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അവന്റെ ജീവിതം എനിക്ക് തകർക്കണം. പിറ്റേന്ന് തന്നെ പരശു
സൂര്യ പോയി കണ്ടിട്ട് പറയുന്നുണ്ട് സദയുമായിട്ട് അധികം അടുക്കാൻ പാടില്ല എന്ന്. സദ ഇവിടെ വരുന്നതിന് മുമ്പ് കുറെ കാലം എവിടെയായിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന്. അവന്റെ പാസ്റ്റിനെ പറ്റി ഒന്നും അറിയാതെ അവനോട് ഇത്ര അടുത്ത് കഴിഞ്ഞാൽ അവസാനം നിനക്ക് തന്നെയാണ് പണി കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ നീ പോയി അവനോട് ചോദിച്ചു നോക്ക് അവൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. സൂര്യക്കും സദയെ പറ്റി എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. അവൾ നേരെ അവനോട് പോയി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൾ റൂമിനകത്തേക്ക് പോലും വരാൻ കൂട്ടാക്കിയില്ല. പുറത്തിരുന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് അവനോട് പറയുന്നത്. അവൻ തന്റെ പാസ്റ്റിനെ പറ്റി എല്ലാം തന്നെ പറയുന്നു. അവന്റെ അച്ഛൻ മരിച്ച ശേഷം അവനും അമ്മയും അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെയായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മയ്ക്കും ക്യാൻസർ വന്ന് മരിച്ചു. അവന്റെ ഗ്രാൻഡ് ഫാദർ ഒരു സിദ്ധവൈദ്യനായിരുന്നു. അയാളിൽ നിന്നും ഒരുപാട് അറിവുകൾ അവന് കിട്ടിയിട്ടുണ്ട്. ഈ വൈദ്യം കൊണ്ട് ഒരാളുടെ നഷ്ടപ്പെടാൻ പോകുന്ന ജീവൻ നിലനിർത്താനും അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിൽ നിന്നും അയാളുടെ ജീവൻ എടുക്കാനും സാധിക്കുമെന്ന് അവന് പറഞ്ഞു കൊടുക്കുന്നു. അവൻ അവിടെ നിന്നും പ്രൊഫഷണലായിട്ട് സിദ്ധവൈദ്യം എല്ലാം പഠിച്ച ശേഷം PhD ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മധുരയിൽ വന്നു. അവിടെ വെച്ച് അവൻ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. അവിടെയാകട്ടെ അതിമനോഹരമായൊരു മലയുണ്ടായിരുന്നു. ആ മല കോറിയാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. സദയുടെ അടുത്ത കൂട്ടുകാരനുൾപ്പെടെ എല്ലാവരും അതിനെതിരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒഴിവു സമയങ്ങളിലെല്ലാം തന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവൻ സാറിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. സാറിന്റെ മകളുമായിട്ട് പതിയെ സദ പ്രണയത്തിലായി. അവര് തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന് ആ സാറിന്റെ വൈഫിന് ഡൗട്ട് തോന്നുന്നുണ്ട്. ചന്ദ്രയും സദയുടെ കൂട്ടുകാരന്റെ പെങ്ങളും ഒരുമിച്ചായിരുന്നു പഠിക്കുന്നത്. ഇവരുടെ പ്രണയത്തെ പറ്റി ആ പെൺകുട്ടിക്കും എല്ലാം തന്നെ അറിയാമായിരുന്നു. ഡാൻസ് സ്കൂളിൽ പഠിച്ചിരുന്ന അവളാകട്ടെ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ സദയുടെ കൂടെ പലയിടത്തും കറങ്ങാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ലേറ്റ് ആയിട്ട് അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി അവളുടെ അമ്മ അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ സദയെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നു. അന്ന് രാത്രി ആകട്ടെ മല പൊട്ടിച്ചപ്പോ അതിലൊരു പീസ് വന്ന് സദയും അവന്റെ കൂട്ടുകാരനും താമസിക്കുന്ന വീടിന്റെ അടുത്തേക്ക് വീഴുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ എല്ലാം കൂട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ബോധവൽക്കരിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ആ കോറി ഉടമകളാകട്ടെ സദയുടെ കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ സദയും കൂട്ടുകാരനും ഇരിക്കുന്ന സമയത്ത് അവർ സദയുടെ കൂട്ടുകാരനെ വന്ന് കൊല്ലുന്നുണ്ട്. കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സദയുടെ കയ്യിലുണ്ടായിരുന്ന വാള് കൊണ്ടിട്ട് കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ മരിക്കുന്നുണ്ട്. അതോടെ സദ ജയിലിലാകുന്നുണ്ട്. അവനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ചന്ദ്ര അവനെ ജയിലിൽ കാണാൻ വരുമ്പോഴെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. അവളുടെ അനുവാദമില്ലാതെ അവളുടെ വീട്ടുകാർ അവളുടെ വിവാഹവും നടത്തിയിരുന്നു. കൂടെയുണ്ടായിരുന്ന തടവുകാരെല്ലാം തന്നെ സദയെ അടിക്കുന്നുണ്ട്. അവൻ തിരിച്ചു അടിക്കുന്നുണ്ട്. ഇത് കണ്ട പോലീസുകാർ അവനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിലാണ് അവന്റെ കാലിന് പരിക്കേറ്റതും അവനൊരു മുടന്തനായി മാറിയതും. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സൂര്യക്ക് അവനോടുണ്ടായിരുന്ന എല്ലാ അകൽച്ചയും മാറിയിരുന്നു. അവൾ അവനോട് കൂടുതൽ അടുത്തു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് പരശു കാണുന്നുണ്ടായിരുന്നു. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവരെ തമ്മിൽ അകറ്റാൻ പറ്റാത്ത കാരണം അയാൾ വളരെയധികം ദേഷ്യത്തിലായിരുന്നു. പരശുവിന് ശരിക്കും സദയോട് എന്താണ് ദേഷ്യമെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. അത് സദയ്ക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് പരശു അവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് നിന്നെ നേരിട്ട് കാണണമെന്നും എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരാനും പറയുന്നു. വരാമെന്ന് സദ സമ്മതിക്കുന്നു. അപ്പോഴേക്കും നാട്ടിലെങ്ങും തന്നെ കൊറോണ പടർന്നു പിടിച്ചതിന്റെ ന്യൂസുകളായിരുന്നു. പരശുവിന് മുകളിൽ നിന്ന് ഓർഡർ കിട്ടുന്നുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ഹോട്ടലുകളും ഒഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞുവിടാൻ. പരശു പറഞ്ഞ പ്രകാരം സദയാകട്ടെ അയാളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ചുമരിൽ തൂക്കിയിരുന്ന ചിത്രം കണ്ട് അവൻ ആകെ തകർന്നു പോകുന്നു. കാരണം അവന്റെ പഴയ കാമുകി ചന്ദ്രയെ വിവാഹം കഴിച്ചത് ഈ പരശുവായിരുന്നു. ഇനി ചന്ദ്രയ്ക്ക് എന്ത് സംഭവിച്ചെന്നതാണ് കാണിക്കുന്നത്. വിവാഹശേഷം ആദ്യ രാത്രി ചന്ദ്ര അയാളോട് പറയുന്നുണ്ട് ഞാൻ നല്ല ടയേർഡാ, ഉറങ്ങാൻ പോവുകയാണെന്ന്. എന്നാൽ അവൾ പിറ്റേന്ന് രാവിലെ ഉറക്കമുണരുന്നവരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നു. നിന്റെ ഉറക്കക്ഷീണം എല്ലാം മാറിയെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ രാവിലെ തന്നെ വീണ്ടും റൂമിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ചന്ദ്രയെ വീടിന് പുറത്തിറങ്ങാൻ അയാൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുറ്റുമുള്ള ആൾക്കാരൊന്നും ശരിയല്ല എന്നും ആരുമായിട്ട് സംസാരിക്കണ്ടെന്നും പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞാൽ വീടിനുള്ളിൽ തന്നെ ഇരുന്നാ മതി. തന്റെ ഇത്തരത്തിലുള്ളൊരു ജീവിതം ആലോചിച്ച് അവൾ പലപ്പോഴും വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സദയുടെ കൂടെ അവൾ സ്വപ്നം കണ്ട ജീവിതമെല്ലാം ആലോചിച്ചിട്ട് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പുറത്തുനിന്ന് വന്ന പരശു അവൾ കരയുന്നത് കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ വേറെന്തോ വിഷമമുണ്ടെന്ന് അവന് മനസ്സിലായി. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ദിവസം അവളെ മനഃപൂർവ്വം പുറത്ത് കടയിൽ സാധനം വാങ്ങിക്കാൻ പറഞ്ഞുവിടുന്നു. എന്നിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നു. അതിൽ നിന്നും സദയും അവളും കൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടെടുക്കുന്നു. തിരിച്ചു വന്ന അവളെ ആകട്ടെ അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവന്റെ കൂടെ നീ എവിടേക്ക് കറങ്ങിയിട്ടുണ്ടെന്നും എവിടേക്ക് പോയി കിടന്നിട്ടുണ്ടെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ തമ്മിൽ അങ്ങനെയൊരു ബന്ധം ഇല്ലായിരുന്നു എന്ന് അവൾ എത്ര തവണ പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും കൂടി വിളിച്ചു വരുത്തി അവളെ നാണം കെടുത്തുന്നുണ്ട്. നിങ്ങളുടെ മകള് അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് എന്റെ കൂടെ കിടക്കുന്നതെന്ന് വരെ പറയുന്നു. അവളുടെ അമ്മയാകട്ടെ അവളോട് പറയുന്നുണ്ട് ഇനി മുതൽ നീ നിന്റെ ഹസ്ബൻഡ് പറയുന്ന കേട്ടിട്ട് ഇവിടെ തന്നെ കിടക്കുന്നതാ നല്ലത്. അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് വരണ്ട എന്നും പറയുന്നു. അവൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ അവളുടെ കൂട്ടുകാരിയെ വിളിച്ച് അറിയിച്ചിരുന്നു. കൂട്ടുകാരി വഴി ജയിലിൽ കിടന്ന സദയും ഇതെല്ലാം തന്നെ അറിഞ്ഞിരുന്നു. അവൻ ഇതെല്ലാം ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. ആ സമയത്ത്
പോലീസുകാരൻ പരശു ആകട്ടെ നേരെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടെ എല്ലാവരെയും ഒഴിപ്പിക്കുന്നു. സൂര്യയോടും എവിടേക്കെങ്കിലും പോകാൻ പറയുന്നുണ്ട്. അവളാകട്ടെ അപ്പോൾ സതയാണ് കോൾ ചെയ്യുന്നത്. അത് പരശുവിന് ഇഷ്ടപ്പെടുന്നില്ല. സത എവിടേക്ക് വന്നതും അയാൾ വഴക്കിടുന്നുണ്ട്. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ് ചന്ദ്രയെ കൊന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ ഞാനല്ല ചന്ദ്രയെ കൊന്നതെന്നും നീയാണ് എല്ലാത്തിനും കാരണമെന്നാണ് പരശു പറയുന്നത്. വീണ്ടും നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ചന്ദ്രയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന്. സതയുമായിട്ടുള്ള പ്രണയത്തെ പറ്റി അറിഞ്ഞ ശേഷം പരശു ദിവസവും ചന്ദ്രയെ ടോർച്ചർ ചെയ്യുമായിരുന്നു. നീയും അവനും തമ്മിൽ മറ്റൊരു ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും കൊടൈക്കനാലിൽ നിങ്ങൾ ടൂർ പോയി എന്തൊക്കെയാണ് ചെയ്തതെന്നും ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ വിശ്വസിച്ചില്ല. നിരന്തരമുള്ള ഈ ടോർച്ചർ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാ നീ പോയി ആത്മഹത്യ ചെയ്യുമെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ കൺമുൻപിൽ വെച്ച് തന്നെയാണ് ചന്ദ്ര ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു തവണ പോലും അയാളെ തടയാൻ കൂട്ടാക്കിയില്ല. അവൾ മരിക്കുന്നതിന് മുമ്പ് അയാളോട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് വിഷമമുണ്ട് അങ്ങനെ ഒരു ബന്ധം ഇല്ലാതിരുന്നതിൽ. അതും പറഞ്ഞിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇതെല്ലാം പറഞ്ഞു തീർന്നതും സതയും പരശും തമ്മിൽ വലിയ വഴക്കാകുന്നുണ്ട്. അവർ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ പോലീസുകാർ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും തടഞ്ഞുകൊണ്ട് പരശു തോക്ക് കയ്യിലെടുക്കുന്നു. എന്നിട്ട് സതയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സത അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. പരശു പുറകെ പോകുന്നു. അയാളുടെ കയ്യിൽ നിന്നും സതയാകട്ടെ തോക്ക് തട്ടിപ്പറിച്ചു വാങ്ങുന്നു. എന്നിട്ട് അയാളുടെ പിൻകഴുത്തിൽ ആ തോക്ക് കൊണ്ട് പ്രഹരിക്കുന്നു. മർമ്മസ്ഥാനത്ത് തന്നെ അടികിട്ടിയ കാരണം അയാൾ അബോധാവസ്ഥയിലായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെല്ലാം തന്നെ കാര്യമറിയാവുന്നതുകൊണ്ട് സതയാണിത് ചെയ്തതെന്ന് പുറത്ത് പറയരുതെന്ന് അവർ തീരുമാനിക്കുന്നു. അയാൾ കോമ സ്റ്റേജിലായിരുന്നു. അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് സതയും സൂര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ തിരിച്ചു വരുമോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. അയാൾ കണ്ണു തുറന്ന അപ്പൊ നമുക്ക് നോക്കാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.